Amen.
അവർ വാളിനെ ഏൽപ്പിക്കപ്പെടുകയും കുറുനദികൾക്ക് വഴുവായി തീരുകയും ചെയ്യും. രാജാവ് ദൈവത്തിൽ സന്തോഷിക്കും. നിന്റെ വിശുദ്ധന്മാരെ സംരക്ഷിക്കണമേ, അവരുടെ കൊടുക്കണമേ, അവരുടെ പരിശുദ്ധാത്മാവേ സമർപ്പിക്കുന്നു. അതിപ്പോഴും എപ്പോഴും പരിശുദ്ധമായ അവയുണ്ടായിരുന്ന നീതിമാന്മാരും ഭക്തന്മാരും സ്തുതിക്കപ്പെട്ടവരും ദൈവത്തെ ദരിശനമായ പിതാക്കന്മാരെയും പുരുഷനായ ആചാര്യനും പുണ്യവാനും സ്നേഹമായും സദായുമായ യാക്കോബും ഇഗ്നാത്യോസും ക്ലീമീസും ലിവനാസ്യോസും അതാനാസ്യോസും യൂലിയോസും ബസേലിയോസും ഗ്രിഗോറിയോസും ദിയസ്കോറോസും തീമോത്തിയോസും തീരസീനോസും മന്ദിയോസും യാവാനീസും വചനമായ ദൈവം ശരീരയായിട്ടുള്ളവെന്ന് നടത്തായെക്കുറിച്ച് സ്പഷ്ടമായി തെളിയിച്ചവരും സത്യവാനും ഉന്നതവുമായ പ്രസിദ്ധനായ കോറിയോസും സുറിയാനിക്കാരുടെ കിരീടവും ദൈവത്തിന്റെ വിശുദ്ധ സമൂഹത്തിന്റെയും വിവേകമുള്ള വായുവാനും പുഷ്പങ്ങൾ തിരഞ്ഞെടുക്കുന്ന സ്ഥലവും മറിയാം സംശയം കൂടാതെ മാതാവെന്ന് എല്ലായ്പ്പോഴും പ്രസംഗിച്ചതുമായ സത്യവിശ്വാസത്തെ നിലനിർത്തിയ നീതിമാനും പരിശുദ്ധമായ ബാബമായ കോർധാനായി മാറപ്രേമമാറിയാക്കവും മാർസഹാക്കന്മാർക്കാരായി ദുഃഖിതന്മാരെ തലവനായ വർഷവുമായി മാർശമോദസ്ഥനെയും തെരഞ്ഞെടുപ്പുകളുടെ മാർഗമായും ദിവസവും മലകളുടെ പരിശുദ്ധന്മാരായ മാർഗീകോസും മാർദ്ദീവനാസുമായ പിതാക്കന്മാരെയും ചൂടുള്ള കുറ്റമില്ലാത്തതുമായ ഏകവിശ്വാസത്തെ കാലശങ്ങൾ ഏൽപ്പിച്ചവരായി ഇവിടെ മുമ്പോടുകൂടെ ഇവർക്ക് ശേഷമുള്ളവരെ ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ പ്രാർത്ഥനകൾക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് പ്രാർത്ഥിക്കണം. സത്യവിശ്വാസത്തെ ഞങ്ങളെ കാത്തുകൊള്ളണമേ. വിശ്വാസത്തോടെ വിചരിക്കാത്തവരും കുറ്റമില്ലാത്തവരുമായി ഞങ്ങളെ യാതിക്കണമേ. ഞങ്ങളും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. അതിപ്പോഴും എപ്പോഴും സത്യവിശ്വാസത്തിൽ നിന്റെ അടുക്കൽ വന്നു ചേർന്നവരായ ഈ പരിശുദ്ധ മക്കളായി നിന്നും ഈ പള്ളിയിൽ നിന്നും ഈ സ്ഥലത്തു നിന്നും എല്ലാ ഭാഗങ്ങളിൽ നിന്നും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും കൂടി ഞങ്ങളിൽ നിന്ന് വാങ്ങിപ്പോയിരിക്കുന്ന വിശ്വാസികളായ സകല മരിച്ചുപോയവരെയും ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ ആത്മാക്കളെയും അനുഭവങ്ങളെയും തന്റെ അടുക്കിലേക്ക് എടുത്തുകൊണ്ടവരായ നമ്മുടെ ദൈവമായ വിഷയമായോട് ധാരാളമായ തന്റെ അനുഗ്രഹങ്ങൾ മൂലം കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും അവരെ യോഗ്യരാക്കുവാനും നമ്മയും അവരെയും തന്റെ സ്വരാജ്യത്തിൽ ചേർത്തുകൊള്ളുവാനുമായി നാം അപേക്ഷിച്ച് പ്രാർത്ഥിച്ച്
മൂന്ന് പ്രാവശ്യം പ്രിയലായസോ നിർദ്ദേശിച്ച് പറയണം. അവരുടെ കടങ്ങൾ പരിഹരിക്കുകയും തെറ്റുകൾ ക്ഷമിക്കുകയും ചെയ്യണമേ. എന്തെന്നാൽ പറഞ്ഞിരിക്കുന്നവനോ അവൻ മൂലമുള്ള കരുണയും പാപമോചനവും പ്രാപിക്കുവാൻ വേണ്ടി ഞങ്ങൾ അവരിൽ തന്നെ ശരണപ്പെടുന്നു. എന്റെ സഹോദരങ്ങളെ, നിങ്ങളെല്ലാവരും നമ്മുടെ ഉണ്ടായിരിക്കട്ടെ. എന്റെ സഹോദരങ്ങളെ, നിങ്ങളെല്ലാവരും നമ്മുടെ ഉണ്ടായിരിക്കട്ടെ. സൂക്ഷിക്കണം. ഈ വിശുദ്ധതകൾ വിശുദ്ധിയുള്ളവർക്കും
രക്തസാക്ഷിത്വവും എന്നും അഭിമാനത്തോടെ ഓർത്തിരുന്നു. അതുകൊണ്ട് തന്നെയാണ് തോമാശ്ലീഹായുടെ തിരിശേഷിപ്പുകൾ ഇവിടെ മൈലാപ്പൂരിൽ നിന്ന് എഡേസായിലേക്ക് കൊണ്ടുപോകാൻ കാരണം. തോമാശ്ലീഹയുടെ അതേ പാരമ്പര്യം, അല്ലെങ്കിൽ മലങ്കരയിലേതുപോലെയുള്ള പാരമ്പര്യമാണ് അവർക്കും ഉണ്ടായത്. അവിടെ സുവിശേഷം അറിയിച്ചതിന് ശേഷമാണ് അദ്ദേഹം പേർഷ്യയിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരുന്നത് എന്നുള്ളതാണ് നമ്മുടെ പാരമ്പര്യം. അതുകൊണ്ട് തന്നെ ഈ പേർഷ്യയിലെ സഭയ്ക്കും അതുപോലെ ഇന്ത്യയിലെ സഭയ്ക്കും മാർത്തോമാശ്ലീഹായുടെ പാരമ്പര്യത്തിൽ സമാനതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഈ പാരമ്പര്യത്തിൽ പൈതൃകത്തിൽ ലഭിച്ചതായ ഈ പിതാക്കന്മാരെ ഏറ്റവും അധികം നമ്മൾ ബഹുമാനിക്കുകയും അവരെ അവരുടെ പെരുന്നാളുകൾ നാം ആചരിക്കുകയും ചെയ്യുന്നത്. രണ്ടാമത്തെ കാര്യം, ഇന്ന് സഭ മുഴുവനായും വലിയ നോമ്പിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ തൊട്ടു പിന്നിലുള്ള ഞായറാഴ്ച സഭയിൽ നിന്ന് വാങ്ങിപ്പോയ സർവ്വപിതാക്കന്മാരെയും മാതാപിതാക്കളെയും സഹോദരങ്ങളെയും എല്ലാം ഓർക്കുന്ന ആനീത ഞായറാഴ്ച എന്ന് പറയുന്നതാണ്. ദൈവത്തിൻ്റെ സന്നിധിയിലുള്ളതായ നമ്മുടെ അംഗീകരണം ദൈവം വിളിച്ച് നമ്മെ വേർതിരിക്കുന്നതിനെ കുറിച്ചാണ് ഇന്ന് വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നാം വായിച്ചത്.
അതുപോലെ ഇന്നലെ സന്ധ്യയ്ക്ക് നാം വായിച്ചത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിലാണ്. ഈ രണ്ടിടത്തും പറയുന്ന ഒരു കാര്യം വിശ്വസ്ത ദാസന്മാരായിരിക്കണം നാം എന്നുള്ളതാണ്. കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൽ നമുക്ക് സ്വർഗത്തിലേക്കുള്ള ക്ഷണം ലഭിച്ച കർത്താവ് നമ്മെ വിളിക്കുന്നതായ സമയം പോകുവാനുള്ളതായിരിക്കുന്ന ഈ യോഗ്യത നമുക്കുണ്ടാകണമെന്നാണ്. നമ്മുടെ പ്രമേയം വായിച്ചപ്പോൾ നമ്മൾ പ്രത്യേകം ഓർമ്മിപ്പിച്ചു. കർത്താവിൻ്റെ അന്ത്യകാഹളനാദത്തെങ്കിൽ കവറുകൾ തുറക്കപ്പെടുമ്പോൾ നല്ലവരായി ജീവിച്ചവരെ സ്വർഗത്തിലേക്ക് പറന്നുയരുന്നു, നീതികെട്ടവർ ആ കുഴിയിലേക്ക് തന്നെ താഴുന്നു എന്ന് കാണിക്കാൻ. എങ്ങനെയാണ് നമുക്ക് അത്തരത്തിലുള്ള അനുഭവം ഉണ്ടാകാതിരിക്കുവാൻ അഥവാ സ്വർഗീയമായ അനുഭവത്തിൽ വളരുവാൻ നമ്മെ സഹായിക്കുന്നത്? അതിന് ലോക ജീവിതത്തിൽ നമ്മളായിരിക്കുമ്പോൾ തന്നെ ദൈവം നൽകിയിരിക്കുന്ന ഈ ലോകം പരലോകം നേടുവാനുള്ളതാണ് എന്നുള്ള ബോധ്യത്തോടെ ജീവിക്കണമെന്നാണ്. അതാണ് കർത്താവോടെ പറയുന്നത്. ഞാൻ വിശന്നിരുന്നു, നിങ്ങൾ എനിക്ക് ഭക്ഷണം തന്നു. ഞാൻ ദാഹിച്ചിരുന്നു, നിങ്ങൾ എനിക്ക് കുടിക്കുവാൻ തന്നു. ഞാൻ കാരാഗ്രഹത്തിലായിരുന്നു, നിങ്ങൾ എന്നെ വന്ന് കണ്ടു. ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ പരിചരിച്ചു. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു. അതുകൊണ്ട് എൻ്റെ പിതാവിൻ്റെ രാജ്യത്തിലേക്ക് പ്രവേശിക്കും. ഇതാണ് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൽ 31 വാക്യങ്ങൾ നാം വായിക്കുന്നത്. അവരെ കർത്താവിനോട് ചോദിക്കുന്നത്, ഞങ്ങൾ നിന്നെ അങ്ങനെ കണ്ടത് എപ്പോഴാണ് എന്ന് ചോദിക്കുമ്പോൾ, ഈ ചെറിയ വല്ലൊരുത്തിൽ നിങ്ങൾ ചെയ്തതെല്ലാം എനിക്ക് ചെയ്തതാണ്. അപ്പോൾ അവിടെ നൽകുന്ന ഒരു സുവിശേഷം, സത്യവിഷമത്തിൻ്റെ സുവിശേഷം, ദൈവം നമുക്ക് തന്നിരിക്കുന്നത് നമ്മേക്കാൾ കുറവുള്ളവരായ ആളുകൾക്ക് നമ്മൾ ദാനം ചെയ്യുമ്പോൾ ആ നമ്മുടെ പണം സ്വർഗത്തിൽ നിക്ഷേപിക്കപ്പെടുന്നു എന്നുള്ളതാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യത്തിൽ ഓർപ്പിക്കുന്നതാണ്. 6-ാം അധ്യായം 19-20. ഇവിടെ പറയുന്നത് എന്താണ്? പുഴുവും തുരുമ്പും കെടുക്കാത്ത സ്വർഗത്തിൽ നിങ്ങൾക്ക് നിക്ഷേപം ഉണ്ടാകും. ആ സ്വർഗത്തിലേക്കുള്ള നിക്ഷേപം എങ്ങനെയാണ് ഉണ്ടാകുന്നത്? നാം നമുക്കുള്ളതിൽ നിന്ന് മറ്റുള്ളവർക്കുള്ള ആവശ്യങ്ങളെ നിവർത്തിച്ചു കൊടുക്കുക, അവരുടെ ഇല്ലപല്ലാഴികൾ അവരെ സഹായിക്കുവാൻ നമ്മൾ ശ്രമിക്കുമ്പോഴാണ് ദൈവരാജ്യം നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് അതിനുവേണ്ടിയുള്ള ഒരുക്കം നമുക്ക് എപ്പോഴും ഉണ്ടാകണം. മരണം ഏത് സമയത്തും നമുക്ക് വരാം. സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട്, ഏത് മനുഷ്യൻ വച്ചു നിന്നാലും ഒരു ശ്വാസമത്രേ. സങ്കീർത്തനങ്ങൾ 44-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു. വീണ്ടും 68-ാമത്തെ സങ്കീർത്തനത്തിൽ പറയുന്നത്, മരണത്തിൽ നിന്നുള്ള നീങ്ങുപോക്ക് കർത്താവായ യഹോവയ്ക്കുള്ളതാണ്. 90-ാം സങ്കീർത്തനത്തിൽ പറയുന്നു, നമ്മുടെ ആയുസ് 70-ഓ 80-ഓ അത് വേഗം തീരുകയും നമ്മൾ പറന്നു പോവുകയും ചെയ്യുന്നു. ഇവിടെ എല്ലാം നമുക്ക് നൽകുന്ന പ്രത്യാശ എന്താണ്? മരണം നമ്മുടെ അവസാനത്തെ അധ്യായമല്ല. ജീവിതത്തിൻ്റെ അവസാന അധ്യായം മരണമല്ല. മരണം നമുക്ക് ജീവിതത്തിൻ്റെ ഒരു പുതിയ അധ്യായം തുറക്കുകയാണ്. ഒരു ജീവിതത്തിൻ്റെ പുതിയൊരു ശൈലി നമുക്ക് തുറക്കുകയാണ്. ആത്മീയമായും ഭൗതികമായ ഈ ലോകത്ത് ജീവിച്ചുവെങ്കിൽ മരണം നമുക്ക് ആത്മീയമായ ജീവിതത്തിൽ മാത്രമായി
മാറ്റുന്നതായ ഒരു മാറ്റത്തിൻ്റെ അനുഭവമാണ്. പുതിയൊരു അനുഭവത്തിലേക്ക് നമ്മൾ പോകും. ആ പുതിയ അനുഭവത്തിലേക്ക് പോകുവാൻ ദൈവം നമ്മെ വിളിക്കുമ്പോൾ ദൈവസന്നിധിയിലുള്ള മുഖലജ്ജ കൂടാതെ മുഖപ്രസന്നതയോടുകൂടെ പോകുവാൻ നമുക്ക് കഴിയണമെന്നുള്ളതാണ്. എനിക്ക് തന്നതായ ലോകം മുഴുവനും ഞാൻ അനുഭവിച്ച് എൻ്റേതാക്കി മാത്രം തീർത്ത് എനിക്ക് വേണ്ടി മാത്രം ജീവിച്ചു എന്നല്ല. ദൈവം എനിക്ക് തന്ന ലോകം, അതുകൊണ്ട് ഞാൻ ദൈവരാജ്യം പ്രാപിച്ചു. വിശ്വസ്തനായ ദാസൻ ആരാണ്? അപ്രകാരം പ്രവർത്തിക്കുന്നതായ ആളാണ്. ഊർജ്ജസ്വലതയോടുകൂടെ, കാര്യക്ഷമതയോടുകൂടെ, ദീർഘവീക്ഷണത്തോടുകൂടെ വരാനുള്ള ലോകത്തിലേക്ക് പോകുവാനുള്ളവരാണ് നമ്മളെന്നുള്ള ബോധ്യത്തോടുകൂടെ ജീവിക്കുവാൻ നമുക്ക് സാധിക്കും. ഈ ലോകത്ത് ജീവിക്കുമ്പോൾ മരണത്തിനപ്പുറമായ ലോകത്തെക്കുറിച്ച് നമുക്ക് കണ്ടറിവില്ല, കേട്ടറിവില്ല. എന്നാൽ കർത്താവ് നമ്മെ പഠിപ്പിച്ചതായ ഭാഗങ്ങൾ മാത്രമാണ്. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവനെ അവസാന നാളിൽ ഞാൻ ഉയർത്തെഴുപ്പിക്കും. ആ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? യോഹന്നാന്റെ സുവിശേഷത്തിൽ വീണ്ടും പറയുന്നുണ്ട്, ഞാൻ പോകുന്നതാണ് നിങ്ങൾക്ക് നല്ലത്, ഞാൻ പോയാൽ നിങ്ങൾക്ക് വാസസ്ഥലം ഒരുക്കുവാനായിട്ടാണ് ഞാൻ പോകുന്നത്. അതിനുശേഷം ഞാൻ വന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകും. ആ ഉറപ്പാണ് നമുക്ക് ക്രിസ്തീയ ജീവിതത്തിലുള്ളത്. നമുക്ക് വേണ്ടി സ്ഥലമൊരുക്കാൻ പോയ ക്രിസ്തു സ്ഥലമൊരുക്കിയതിനു ശേഷം തിരിച്ചു വരുമ്പോൾ ആ സ്ഥലത്തിന് യോഗ്യരായി നമ്മളെ കണ്ടെത്തണമെന്നുള്ളതാണ്. നമ്മൾ യോഗ്യരായി കണ്ടെത്തിയാൽ മാത്രമേ ആ സ്ഥലത്ത് നമുക്ക് പ്രവേശിക്കാൻ സാധിക്കൂ. അതുകൊണ്ട് മരണം നമുക്ക് ഭയപ്പെടുവാനുള്ളതല്ല, സന്തോഷിക്കുവാനുള്ളതാണ്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടി ഇരിക്കുന്നത് എനിക്കേറെ നല്ലത്, ആ അത്യുത്തമമാണ്. അതുകൊണ്ട് അതിനുവേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാണെന്ന് പറയുമ്പോൾ വലിയ പ്രത്യാശയാണ് നൽകുന്നത്. മരണം എനിക്കൊരു ലാഭമുണ്ടാക്കി തരുന്നു. ലോകത്തിലെ നഷ്ടങ്ങളെല്ലാം മാറി ദൈവസന്നിധിയിൽ പൂർണ്ണമായി ആനന്ദിക്കുവാനുള്ളതായ ഒരു മഹത്വം, അതിനുള്ളതായ സന്തോഷം, ആ ബോധ്യത്തോടുകൂടി ഈ ലോകത്ത് ജീവിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ലോകത്തിൽ വരുന്ന കഷ്ടതകളോ ദുഃഖങ്ങളോ പ്രയാസങ്ങളോ അപകടങ്ങളോ നഷ്ടങ്ങളോ മാനങ്ങളോ അപമാനങ്ങളോ ഇതൊന്നും നമുക്ക് വലുതായി കണക്കാക്കേണ്ടതില്ല. ദൈവത്തിൻ്റെ സന്നിധിയിൽ മാനമുള്ളവനാണോ? ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പ് നമുക്കുണ്ടോ? ഉണ്ടെങ്കിൽ നമുക്ക് നിശ്ചയമായിട്ടും ആ പ്രത്യാശയെ ജീവിക്കാം. അതുകൊണ്ടാണ് നമ്മുടെ വാങ്ങിപ്പോയിരിക്കുന്നവരുടെ അല്ലെങ്കിൽ നമ്മുടെ വാങ്ങിപ്പോയിരിക്കുന്നവരുടെ ശവസംസ്കാര ശുശ്രൂഷയുടെ സമയത്ത് ധൈര്യം ഒഴിച്ചുകൊണ്ട് നമ്മൾ പറയുന്നുണ്ട്, പ്രയത്നങ്ങളുള്ള വിശ്രമത്തിനും യുദ്ധങ്ങളിൽ നിന്നുള്ള സംരക്ഷണത്തിനും വിശുദ്ധന്മാരുള്ള ആനന്ദത്തിനുമായി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നിത്യജീവനായി തൈലം ഒഴിക്കപ്പെടുന്നുവെന്നാണ്. വാങ്ങിപ്പോയവരെ നമ്മൾ അയക്കുന്നത് സന്തോഷപരൊരു യാത്രയപ്പ് നൽകുകയാണ്. എങ്ങോട്ടാണ്? സ്ഥാനക്കയറ്റത്തിന് ഉള്ള യാത്രയപ്പാണ്, വിശുദ്ധന്മാരുള്ള ആനന്ദത്തിന്. ഇവിടെ ലോകത്തിൽ സന്തോഷവും ആനന്ദവും അനുഭവിക്കാൻ എപ്പോഴും സാധിച്ചില്ല എങ്കിൽ ഇന്നു മുതൽ, മരണം മുതൽ വിശുദ്ധന്മാരുള്ള ആനന്ദം നമുക്ക് ലഭിക്കുന്നു. അതിനു വേണ്ടിയാണ്. നീ മണ്ണായിത്തീരുന്നു, നീ മണ്ണാണ്, മണ്ണിലേക്ക് തന്നെ തിരികെ ചേരും, വീണ്ടും നവീകരിക്കപ്പെടുമെന്നാണ് നാം മണ്ണിടുമ്പോൾ പ്രാർത്ഥിക്കുന്നത്. വീണ്ടും നവീകരിക്കപ്പെടുമെന്ന് പറയുമ്പോൾ എൻ്റെ ശരീരം ഭക്ഷി എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവനെ അവസാന നാളിൽ ഞാൻ ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്നാണ്. ഇന്ന് നമ്മൾ ചൊല്ലിയതായ
ബർസ്ലീബി ദൈവനാശോസ് ബർസ്ലീബിയുടെ ക്രമത്തിലൊരു 6-ാം തൂതേൻ്റെ സമയത്ത് ചൊല്ലുന്നത്, കർത്താവേ ഞങ്ങളുടെ വാങ്ങിപ്പോയവരോട് നിനക്ക് കരുണയുണ്ടാകണമേ. എന്തുകൊണ്ടെന്നാൽ നിന്റെ ശരീരരക്തങ്ങൾ അവരുടെ അവയവങ്ങളിൽ ഉറഞ്ഞിരിക്കുന്നത്. മണ്ണോട് മണ്ണായിട്ട് നമ്മുടെ ശരീരം തീർന്നാലും അതിൽ കർത്താവിൻ്റെ ശരീരരക്തം അടവുണ്ട്. അതുകൊണ്ടാണ് അത് ഉയർത്തെഴുന്നേൽക്കുന്നത്. ഗോതമ്പുണ്ണി നിലത്ത് വീണ് അഴുകുന്നുവെങ്കിലും അഴുകിയെങ്കിൽ മാത്രമേ അത് പുതിയ ചെടിക്ക് രൂപം കൊടുക്കാൻ ഒക്കൂ. അതുപോലെ നാമും ഈ മണ്ണോട് ചേർന്നെങ്കിൽ മാത്രമേ നമുക്ക് പുതിയ ശരീരവും പുതിയ രൂപാന്തരപ്പെട്ട അനുഭവം ഉണ്ടാവും. ദ്രവത്വമുള്ളതായ നമ്മുടെ ശരീരം അദ്രവത്വം, അതായത് ദ്രവിച്ചു പോകുന്ന ശരീരം ദ്രവിച്ചാത്ത ശരീരമായി മാറുന്നു. അതിനാണ് മണ്ണിലേക്ക് വായിക്കുന്നത്. പക്ഷെ ആ ദ്രവിക്കാത്ത ശരീരമായി വന്ന് ജീവനുള്ള ശരീരമായി ആദാമിൻ്റെ തേജസ് നമ്മൾ ധരിച്ചതുപോലെ തന്നെ ക്രിസ്തുവിൻ്റെ തേജസ് ധരിക്കാനായിട്ടുള്ള മാറ്റം നമുക്കുണ്ടാവുകയാണ്. ആ മാറ്റത്തിനായിട്ട് നമ്മെ തന്നെ പ്രതിഷ്ഠിക്കാം. അപ്പോൾ അതുകൊണ്ട് ആണ് പൗലോസ് പറയുന്നത്, ഹേ മരണമേ നിന്റെ ജയം എവിടെ? മരണത്തിൻ്റെ ജയമെല്ലാം തീരുന്നു. കാരണം മരണത്തിൽ നമ്മൾ ഉയർത്തെഴുന്നേൽക്കാം. മരണത്തോടുകൂടെ നമ്മളെ പൂട്ടിയിടാമെന്ന് വിചാരിക്കുന്ന മരണത്തിനോട് പറയുന്നതാണ്, ഞാൻ ക്രിസ്തുവിൽ ഉയർത്തെഴുന്നേൽക്കുകയാണ്. അപ്പോൾ നീ പരാജയപ്പെടുന്നു, മരണം പരാജയപ്പെടുന്നു. ഈ ലോകത്തിൽ നിന്ന് വേർതിരിക്കുവാൻ മരണത്തിന് കഴിയും. പക്ഷേ രണ്ടാം മരണത്തിലേക്ക് അല്ലെങ്കിൽ മരണത്തിനപ്പുറമായ ജീവിതത്തിൽ തന്നെ മാറ്റുവാൻ ഈ ശരീരത്തിന് സാധിക്കും. അതുകൊണ്ടാണ് പൗലോസ് വളരെ വ്യക്തമായിട്ട് പറയുന്നത്, എനിക്ക് ജീവിക്കുന്ന ക്രിസ്തു മരിക്കുന്ന ലാഭവും എന്ന് മാത്രമല്ല നമ്മുടെ പൗരത്വം സ്വർഗത്തിലാകുന്നുവെന്ന്. നമ്മുടെ പൗരത്വം ഇവിടെയുള്ളതല്ല. വിശുദ്ധ മാമോദീസയോടുകൂടി നാം എല്ലാവരും സ്വർഗത്തിൻ്റെ പൗരന്മാരായി ജീവഗ്രന്ഥത്തിൽ പേരെഴുതപ്പെട്ടിരിക്കുക. ആ സ്വർഗീയ മഹത്വത്തിൽ പേരെഴുതപ്പെട്ടിരിക്കുന്ന നമ്മളെ എല്ലാവരും പേര് ചൊല്ലി വിളിക്കുമ്പോൾ ദൈവസന്നിധിയിൽ പോകുവാനുള്ള ആ പ്രതീക്ഷയാണ്, പ്രത്യാശയുമാണ് നമുക്ക് ഈ ലോകത്തിൽ ജീവിതം അർത്ഥപൂർണമാകുന്നത്. മരിക്കുന്നവരെയാണ് നമ്മുടെ ജീവിതമെങ്കിൽ ഓരോ ദിവസവും നമ്മൾ ദുഃഖിച്ച് ജീവിക്കണം. കാരണം 70, 80, 100 വയസ്സാകുമ്പോൾ ഈ ലോകത്തിൽ നിന്ന് കടന്നു പോകണമല്ലോ. നമ്മൾ എണ്ണി ജീവിക്കണം. എത്ര ദിവസം കഴിയുമ്പോൾ ഞാൻ മരിക്കും, എത്ര ദിവസം കഴിയും, ഇനി എത്ര ദിവസം എനിക്ക് ജീവനുള്ളത്, അതിൽ നിരാശപ്പെടേണ്ടി വരും. എന്നാൽ മരണം കഴിഞ്ഞൊരു ജീവിതമുണ്ടെങ്കിൽ നമുക്ക് എണ്ണുന്നതിന് വേറൊരു അർത്ഥം, എത്ര ദിവസം കഴിഞ്ഞ് എനിക്ക് സ്വർഗത്തിൽ പോകാൻ സാധിക്കും. കർത്താവ് എന്നാണ് വരുന്നത്. സാധാരണ ഭർത്താക്കന്മാർ വിദേശത്താണെങ്കിൽ, അല്ലെങ്കിൽ ഭാര്യ വിദേശത്താണെങ്കിൽ, മക്കളും അപ്പനും അമ്മയും വിദേശത്താണെങ്കിൽ മക്കളുമൊക്കെ നാളുകൾ എണ്ണിക്കൊണ്ടിരിക്കും. എന്നാണ് അപ്പൻ വരുന്നത്, എന്നാണ് അമ്മ വരുന്നത്. ഇനി 4 ദിവസം കഴിയുമ്പോൾ വരും, 3 ദിവസം വരുമ്പോൾ. ഇതുപോലെ നമുക്ക് എണ്ണി ജീവിക്കാൻ നമുക്ക് കഴിയും. എന്നാണ് കർത്താവ് വരുന്നത്? എണ്ണി ജീവിക്കുകയാണ് സന്തോഷം. അപ്പൻ വരുമ്പോഴുള്ള സന്തോഷം, അമ്മ വരുമ്പോഴുള്ളതായ സന്തോഷം. അതുപോലെ കർത്താവ് വരുമ്പോഴുള്ളതായ സന്തോഷത്തിന് വേണ്ടി സന്തോഷത്തോടെ നാളുകൾ എണ്ണി നമ്മൾ ജീവിക്കും. ആ നാളുകൾ എണ്ണി നമ്മൾ ജീവിക്കുന്നത് കർത്താവിൻ്റെ അടുത്തോട്ട് പോകുവാനുള്ള ഉറപ്പും ധൈര്യവും ഉള്ളതാണ്. ആ ഉറപ്പും ധൈര്യവുമായി നമ്മുടെ വാങ്ങിപ്പോവരെ യാത്ര അയക്കുവാനും അവരുടെ ഉയർത്തെഴുന്നേൽപ്പിലെ പ്രത്യാശയെ നമുക്ക് എന്നും അവർക്ക് വേണ്ടി ധൂപം അണയ്ക്കുവാനും സാധിക്കും. എന്തിനാണ് വാങ്ങിപ്പോയവരുടെ അത് മരിച്ചു കഴിയുമ്പോൾ അവരുടെ കവറിങ്ങിൽ അല്ലെങ്കിൽ തലയ്ക്കൽ 2 മെഴുകുതിരിയും കുരിശും വെക്കും. കല്ലറയ്ക്കലാണെങ്കിലും 2 കുരിശും മെഴുകുതിരിക്കാലും വെച്ചാണ് വെക്കുന്നത്. എന്തിനാണ് വാങ്ങിപ്പോയവർ കഴിയുമ്പോൾ നമ്മൾ 2 മെഴുകുതിരിക്കാലും കുരിശും അവിടെ വെച്ച് മെഴുകുതിരി കത്തിച്ചു വെക്കുന്നത്? ഉയർത്തെഴുന്നേൽപ്പിൻ്റെ പ്രത്യാശ. അല്ലായെങ്കിൽ അവിടെ മെഴുകുതിരിക്കാർ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ പ്രത്യാശ നമുക്കുണ്ട്. കർത്താവ് നമുക്ക് ഉയർത്തെഴുന്നേൽപ്പ് നൽകുമെന്നുള്ള പ്രത്യാശ. ആ പ്രത്യാശയ്ക്കാണ് നമ്മളവർക്ക് ധൂപം വയ്ക്കുന്നത്. ജീവനുള്ള ശരീരത്തിനാണ് ധൂപം വെക്കുന്നത്. ആത്മാവിൽ ജീവനുള്ള ശരീരത്തിനാണ്
ആ ശരീരത്തിൻ്റെ കർത്താവിൻ്റെ ശരീരങ്ങൾ അടങ്ങിയിരിക്കുന്നതായ ആ മൃതശരീരത്തിനാണ് നമ്മൾ ധൂപം വയ്ക്കുന്നത്. അത് മണ്ണോട് ചേർന്നിരിക്കുന്ന കല്ലറയിൽ ആ ജീവശരീരം അവിടെ കിടക്കുന്നത് കൊണ്ടാണ് അവിടെ നമ്മൾ ധൂപം വെക്കുന്നതും പ്രാർത്ഥിക്കുന്നത്. കാരണം അവർ ജീവനോടിരിക്കുന്നു, അവർ ജീവന്റെ പുതുക്കത്തിൽ വരും എന്നുള്ളതായ പ്രത്യാശ. ഗോതമ്പുമണി വീണ് ചാത്താലും എഴുകിയാലും ആ അഴുകുന്നതിനകത്തൊരു ജീവനുണ്ട്. അതുകൊണ്ടാണ് പുതിയ ചെടി അതിൽ നിന്ന് ഉണ്ടാകുന്നത്. അതുപോലെ നാമും മണ്ണോട് മണ്ണ് ചേർന്നാലും അവിടെ കർത്താവിൻ്റെ ശരീരങ്ങളാകുന്ന ഒരു ജീവൻ അവിടെ ഉണ്ട്. ആ ജീവനുള്ളത് കൊണ്ടാണ് നമ്മൾ ഉയർത്തെഴുന്നേൽക്കുന്നത്. അതിനുവേണ്ടി ദൈവം നമ്മളെ പ്രതീക്ഷിച്ചിരിക്കുന്നതുകൊണ്ട് പ്രത്യാശയോടെ ഈ ലോകത്തിൽ നമുക്ക് ജീവിക്കാം. വാങ്ങിപ്പോയവർക്ക് ആ പ്രത്യാശയോടെ ഉയർത്തെഴുന്നേൽക്കാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കും. Amen.
ഞങ്ങളെ മാലാഖമാരുടെ സ്തുതിഗാനങ്ങളിലും കീർത്തനങ്ങളിലും ഹാലേലുയാകളിലും പ്രീതിപ്പെട്ടവനായ ദൈവം തമ്പുരാൻ നിങ്ങളുടെ സ്തുതികളിലും സ്തോത്രങ്ങളിലും ഗീതങ്ങളിലും ഹാലേലുയാകളിലും നേർച്ചകളിലും കാഴ്ചകളിലും വഴിപാടുകളിലും കുർബാനകളിലും പ്രീതിപ്പെട്ട് നിങ്ങളെ പുണ്യപ്പെടുത്തുമാറാകട്ടെ. ഗോത്രപിതാക്കന്മാരെ അബ്രഹാമിനെ ഇസാക്കിനെ യാക്കോബിനെ അനുഗ്രഹിക്കുകയും
അവർക്ക് സർവ്വവിധമായ ലൗകിക നന്മകളാൽ അവരെ നിറയ്ക്കുകയും ചെയ്തവനായ ദൈവം തമ്പുരാൻ, ഈ ലോക ജീവിതത്തിൽ നിങ്ങളുടെ ഇടതുകയും വലതുകയും സമ്പാദ്യ സർവത്തെയും വാഴ്ത്തി അനുഗ്രഹിക്കുകയും നീതിപൂർവമായ നിങ്ങളുടെ എല്ലാ പ്രയത്നങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കും 30, 60, 100 മേനിയായി പ്രതിഫലം നൽകുകയും ചെയ്യുമാറാകട്ടെ. ഇസ്രായേൽക്കാരെ മിസ്രയീമിൽ നിന്ന് കനാൻ നാട്ടിലേക്ക് യാത്രയാക്കി അവരുടെ യാത്രാമധ്യേ അവർ നേരിട്ട എല്ലാ ദുരിതങ്ങളും ദുഃഖങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും അവരെ സംരക്ഷിച്ച് വാഗ്ദത്ത നാട്ടിൽ അവരെ എത്തിക്കുകയും ചെയ്തവനായ ദൈവം തമ്പുരാൻ, സ്വർഗീയ കനാലിലേക്കുള്ള നിങ്ങളുടെ ഈ ലോക ജീവിതയാത്രയിൽ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കുകയും ആപത്തിൽ നിന്നും അപകടത്തിൽ നിന്നും രോഗത്തിൽ നിന്നും പ്രയാസങ്ങളും ദുരിതങ്ങൾ ദുഃഖങ്ങളിൽ നിന്നും പ്രതികൂലങ്ങളിൽ നിന്നും പിശാചിൻ്റെ കെണികളിൽ നിന്നും ദുഷ്ടമനുഷ്യ വഞ്ചനകൾ നിങ്ങളെ കാത്ത് സംരക്ഷിച്ച് സന്തോഷ തുറമുഖത്ത് നിങ്ങളെ എത്തിക്കുകയും ചെയ്യുമാറാകട്ടെ. ശ്രീയോൻ മാളികത്തിൻ്റെ ശിഷ്യന്മാരുടെ മേൽ പരിശുദ്ധാത്മാവിനെ അയച്ച് വിവിധങ്ങളായ നൽവരങ്ങളാൽ അവരെ അഭിഷേകം ചെയ്ത് ലോകമെല്ലാം യേശുക്രിസ്തുവിന് നല്ല സാക്ഷികളായ പ്രകാരം നിങ്ങൾ ഓരോരുത്തരും വസിക്കുന്ന നിങ്ങളുടെ കുടുംബങ്ങളിലും നിങ്ങളുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും വ്യാപാര സ്ഥാപനങ്ങളും വ്യവസായശാലകളിലും മറ്റെല്ലാ നിങ്ങളുടെ പ്രവർത്തന രംഗങ്ങളിലും യേശുക്രിസ്തുവിൻ്റെ നല്ല സാക്ഷികളായി തീരുവാനുള്ള കൃപ നിങ്ങൾക്ക് നൽകുമാറാകട്ടെ. എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ ലോകാരംഭത്തിന് മുമ്പേ നിങ്ങൾക്കായി ഒരുക്കി വെച്ചിരിക്കുന്ന സന്തോഷകരമായ സ്ഥലം അനുഭവിച്ചുകൊള്ളുന്നത് തൻ്റെ വലത്തുഭാഗത്തോട് അരുളി ചെയ്യുന്ന ഇമ്പകരമായ ശബ്ദം കേൾക്കുവാൻ ദൈവം തമ്പുരാൻ നിങ്ങളെയും ബലഹീനായ നമ്മെ യോഗ്യരാക്കട്ടെ. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ഏകപുത്രൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ സംബന്ധവുമാവാസും നിങ്ങളെല്ലാവരുടെ സദാ വർദ്ധിച്ചിരിക്കുമാറാകട്ടെ. ആയത് ദൈവമാതാവായ ശുദ്ധമർത്തോറിയാമിൻ്റെയും പത്രോസ് പൗലോസ്ലീഹായുടെയും തോമാസ് ശ്ലീഹായുടെയും യോഹാനൻ ശ്ലീഹായുടെയും യോഹന്നാൻ മാത്താനയുടെയും യൗസേപ്പ് പുണ്യവാളുടെയും മഗ്ദല മറിയാമിൻ്റെയും സ്തേഫാനോ സഹോദായുടെയും കുറിയാക്കോ സഹോദായുടെയും മർത്തിവലിയതയുടെയും മെഹന സഹോദായുടെയും ഗീബറി സഹോദായുടെയും 40 സഹോദരന്മാരുടെയും തീയതികടത്തമാർ ഇഗ്നാത്യോസിൻ്റെയും മാർ അപ്രേമിൻ്റെയും മാർ അത്താനാസ്യൂസിൻ്റെയും മാർ തേവതോറോസിൻ്റെയും സ്വർണ്ണനാവുകാരൻ മറിവാനിയൂസിൻ്റെയും കപ്പതോഗ്യ പിതാക്കന്മാരായ മാർ ബാസേരിയൂസിൻ്റെയും ഗ്രിഗോറിയോസിൻ്റെയും ഈഗുപ്തായ സഭയുടെ പിതാക്കന്മാരായ മാർ കൂറിലോസിൻ്റെയും ദിയസ്കോറോസിൻ്റെയും ദിമോത്തിയോസിൻ്റെയും സുറിയാനി സഭാപിതാക്കന്മാരായ മാർ വീലക്ഷനോസിൻ്റെയും സേവറിയോസിൻ്റെയും യാക്കോർദാനായുടെയും നമ്മുടെ സഭയുടെ പ്രഖ്യാപിത പരിശുദ്ധന്മാരായിരിക്കുന്ന എൽദോമാർ ബസീലോസിൻ്റെയും പരിമലമാർ ഗ്രിഗോറിയോസിൻ്റെയും വട്ടശ്ശേരി ബന്നാസൂസിൻ്റെയും പ്രത്യേകിച്ച് മാർത്തോമാ 1 മുതലുള്ള മലങ്കര കാതുലിക്കന്മാരുടെയും ഈ ദേവാലയത്തിൻ്റെ സ്ഥാപക പിതാക്കന്മാരായ അഫ്രോദിൻ്റെയും സാബോറിൻ്റെയും ശേഷമെല്ലാ വിശുദ്ധന്മാരുടെയും ശുദ്ധിമതികളുടെയും പ്രാർത്ഥനകളാൽ തന്നെ സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, പോലെ ഭൂമിയിൽ വാഴണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഭരണങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടനെ ഞങ്ങളെ രക്ഷിക്കണമേ. എന്നുള്ള രാജ്യവും ശക്തിയും മാറ്റും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. കുറഞ്ഞ മറിയമേതിനും സമാധാനം. കർത്താവിനോടുകൂടി നീ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നമ്മുടെ കർത്താവ് യേശുമിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള കന്യകമറിയ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവം തമ്പുരാനോട് അപേക്ഷിക്കണമേ. നിമിഷത്തിലൂടെ നാം മുൻപോട്ട് പോകുകയാണ്. നമ്മുടെ ആത്മീയ പിതാവ്, ഈ സഭയുടെ പരിശുദ്ധ പിതാവ് ഈ ദേവാലയത്തിലേക്ക് കടന്നു വന്നു, വിശുദ്ധ ബലി അർപ്പിച്ചു. ഈ പെരുന്നാളിന്റെ എല്ലാ കാര്യങ്ങൾക്കും നേതൃത്വം കൊടുക്കുന്നു എന്നുള്ളത് നമ്മെ സംബന്ധിച്ച് ഒത്തിരി സന്തോഷം നൽകുന്ന വസ്തുതയാണ്. അതിനേക്കാൾ ഉപരിയായി ഈ ദേവാലയം 1199 വർഷം പൂർത്തീകരിച്ച് 1200 വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മുടെ പൂർവിക പിതാക്കന്മാർ എന്ത് വീക്ഷണത്തോടെ ഈ ദേവാലയം ഈ ദേശത്ത് സ്ഥാപിച്ചുവോ, പടുത്തുയർത്തിയോ, അതിന്റെ ആത്മീയ പ്രശോഭയും ആത്മീയ വീര്യവും ഒട്ടും നഷ്ടമാകാതെ പ്രതിസന്ധികളെയും പ്രയാസങ്ങളെയും ഒക്കെ അതിജീവിച്ച് ഈ സഭയുടെ സത്യവിശ്വാസത്തോട് ചേർന്ന് ഇന്നും ഈ ദേവാലയം മുൻപോട്ട് പോകുന്നു എന്നുള്ളത് നമ്മെ സംബന്ധിച്ച് സന്തോഷം നൽകുന്ന വസ്തുതയാണ്. പ്രത്യേകിച്ച് പ്രധാന പെരുന്നാൾ ദിവസമായി ഇന്ന് എല്ലാ മൺമറഞ്ഞ പിതാക്കന്മാരെയും അനുസ്മരിക്കുന്ന ദിവസം കൂടിയാകുന്നുവല്ലോ. ഈ ദേവാലയത്തിന് വേണ്ടി അധ്വാനിച്ച് കഴിഞ്ഞ കാലങ്ങളിൽ ഇല്ലായ്മകളിലും പ്രതിസന്ധികളിലും ഈ ദേവാലയത്തിന്റെ എല്ലാ കാര്യങ്ങളിലും ചേർന്ന് നിന്ന്
ദൈവസന്നിധിയിൽ വിശ്രമിക്കുന്ന അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും മടിയിലായിരിക്കുന്ന നമ്മുടെ എല്ലാ മൺമറഞ്ഞു പോയ പിതാക്കന്മാരെയും ഈ സമയത്ത് ഓർക്കുകയാണ്. അങ്ങനെ ധന്യമായ ഒരു നിമിഷത്തിലൂടെ ഈ ദേശം മുൻപോട്ട് പോകുകയാണ്. ഈ പ്രദേശത്തുള്ള എല്ലാ ദേവാലയങ്ങളുടെയും തലപ്പള്ളി, മറ്റ് സഹോദരി സഭകളുടെ തലപ്പള്ളി, പുണ്യപുരാതനമായ കാദീശ ദേവാലയം 1200 വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പരിശുദ്ധ സഭയോട് ചേർന്ന് നിന്ന് ഇനിയും ഒത്തിരി കാര്യങ്ങൾ, നമ്മുടെ പൂർവിക പിതാക്കന്മാരുടെ വീക്ഷണങ്ങൾ നമ്മിലൂടെ ഈ സമയങ്ങളിൽ പൂർത്തീകരിപ്പാൻ പ്രാർത്ഥനയോട് നമുക്ക് ചേർന്ന് നിൽക്കാം. ഇന്ന് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് പരിശുദ്ധ സഭയുടെ പരമാധ്യക്ഷൻ പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമേനി. അതിരാവിലെ തന്നെ പരിശുദ്ധ ദേവാലയത്തിലേക്ക് കടന്നു വന്ന് വിശുദ്ധ ബലി അർപ്പിച്ച് നമ്മെ അനുഗ്രഹിച്ചു. ഇനിയുമുള്ള എല്ലാ കാര്യങ്ങളിലും അഭിയുന്ന തിരുമനസ്സുകൊണ്ട് നേതൃത്വം കൊടുക്കുകയാണ്. പരിശുദ്ധ സഭയുടെ പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെ ശക്തമായി നേതൃത്വം കൊടുത്ത് ഇന്നും ശക്തമായി നേതൃത്വം കൊടുക്കുന്ന തിരുമേനിയുടെ വലിയൊരു ആത്മീയ ബലമെന്ന് പറയുന്നത് പ്രാർത്ഥനയാണ്. പ്രത്യേകിച്ച് തിരുമേനിയുടെ ശിഷ്യരായി സെമിനാരിയിൽ പഠിക്കുവാനും ചേർന്ന് നിൽക്കുവാനുമൊക്കെ ഞങ്ങൾക്ക് ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. പ്രാർത്ഥനയിലുള്ള തീഷ്ണത അന്നൊക്കെ കാണുവാൻ സാധിച്ചിട്ടുണ്ട്. ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങളിലുള്ള ഉത്തരവാദിത്വ ബോധം ഇതൊക്കെയും പരിശുദ്ധ പിതാവിൽ ദർശിക്കുവാൻ സാധിച്ചിട്ടുണ്ട്. ആ പ്രാർത്ഥനയുടെയും ആ വലിയ ആത്മീയ ബലത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ പരിശുദ്ധ സഭയ്ക്ക് ശക്തമായി പരിശുദ്ധ പിതാവ് നേതൃത്വം കൊടുക്കുന്നു. ഇന്ന് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് നമ്മെ അനുഗ്രഹിക്കുന്നു. ഏറ്റവും ആദരവോടുകൂടി ഈ സമ്മേളനത്തിലേക്ക് പരിശുദ്ധ പിതാവിനെ സ്വാഗതം ചെയ്യുകയാണ്. ഒരു ദേവാലയത്തിൻ്റെ ഏറ്റവും പ്രാമാണികമായിരിക്കുന്ന ആധികാരികമായിരിക്കുന്ന ഒരു പാരമ്പര്യം വിളിച്ചോതുന്ന ഒരു ദേവാലയമാണ് കായംകുളം കാദീശ പള്ളി എന്നുള്ളത് സഭയിൽ എല്ലാവർക്കും അറിവുള്ളതാണ്. മലങ്കര സഭയുടെ ഏറ്റവും പുരാതനങ്ങളായ ദേവാലയങ്ങൾ പരിശുദ്ധ തോമാ ശ്ലീഹ സ്ഥാപിച്ച പള്ളികൾക്ക് ശേഷമുള്ള പുരാതന ദേവാലയങ്ങളിൽ ഒന്നാണ് ഈ ദേവാലയം. 9-ാം നൂറ്റാണ്ടിൽ തന്നെ ഈ ദേവാലയത്തിൻ്റെ ശിലാസ്ഥാപനവും അന്നു മുതൽ ഇന്ന് വരെ ഇത് അനുഗ്രഹകരമായി ഈ രാജ്യത്തിനും ഈ സമൂഹത്തിനും സഭയ്ക്ക് മുഴുവനുമായും അത്താണിയായി പ്രവർത്തിക്കുന്നു എന്നുള്ളത് വളരെയധികം സന്തോഷമുള്ള ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് മലങ്കര സഭയുടെ വളരെ ശക്തമായിരിക്കുന്ന പാരമ്പര്യം കാത്തു സൂക്ഷിക്കുവാൻ ഈ ദേവാലയത്തിന് കഴിഞ്ഞിട്ടുണ്ട്. മാർത്തോമാ ശ്ലീഹായുടെ പൈതൃക പാരമ്പര്യം ഈ ദേവാലയത്തിൽ കൂടി പ്രചരിപ്പിക്കുവാനും പ്രസിദ്ധപ്പെടുത്തുവാനും കഴിഞ്ഞിട്ടുണ്ട്. സാബോർ അഫ്രോത്ത് രണ്ട് കാദീശന്മാർ അഥവാ പുണ്യപിതാക്കൾ പൗരസ്ത്യ പേർഷ്യ രാജ്യത്തു നിന്ന് വന്ന് ഇവിടെ സുവിശേഷം അറിയിക്കുകയും ജനങ്ങളെ സത്യവിശ്വാസം നിലനിർത്തുകയും ചെയ്യുന്നതിന് കാരണമായി തീർന്നു എന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം മാർത്തോമാ ശ്ലീഹായുടെ പൈതൃകത്തിന് പേർഷ്യൻ സഭയിൽ നിന്ന് ലഭിക്കുന്നതായ ഒരു അംഗീകരണമാണ്. 4-ാം നൂറ്റാണ്ടിൽ വന്ന പേർഷ്യയിലെ സാപ്പോർ ദിദിയൻ്റെ പീഡയ്ക്ക് ശേഷം അതിൻ്റെ ഫലമായി ഓടിപ്പോന്നതായ സുറിയാനി ക്രിസ്ത്യാനികൾ അവരുടെ സുവിശേഷം പ്രചരിപ്പിച്ചത് പരിശുദ്ധ മാർത്തോമാ ശ്ലീഹ അവർക്ക് നൽകിയതാണ് എന്നുള്ളത് കൊണ്ടും അതേ പാരമ്പര്യമുള്ളതായ ഒരു സഭയിലേക്ക് അവർ വരുവാനിടയായതും യാദൃച്ഛികമല്ല, ദൈവനിയോഗമാണെന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാം. ആ രണ്ട് സഭകൾ തമ്മിൽ കേരളത്തിലെ മാർത്തോമാ ശ്ലീഹായുടെ സഭയും പേർഷ്യയിലെ മാർത്തോമാ ശ്ലീഹായുടെ സഭയും തമ്മിൽ
ബന്ധമുണ്ടാകുവാൻ കാരണമായി തീർന്നു 4-ാം നൂറ്റാണ്ട് മുതൽ. അത് തുടർന്ന് വന്നാണ് വീണ്ടും ഈ ദേവാലയത്തിൻ്റെ സ്ഥാപിത പിതാക്കന്മാർ എത്രയും അനുഗ്രഹകരമായിട്ട് ഇത് തുടർന്നു കൊണ്ടുപോകാൻ സാധിച്ചു. പലപ്പോഴും പലർക്കും മാർത്തോമാ ശ്ലീഹായുടെ പൈതൃകത്തെ തമസ്കരിക്കണമെന്ന് ആഗ്രഹമുണ്ടായിട്ടുണ്ട്. അങ്ങനെ ഉള്ളതായ അനുഭവങ്ങളാണ് നമുക്ക് 15-ാം നൂറ്റാണ്ടിൽ പോർട്ടുഗീസ് മിഷണറിമാരുടെ വരവോടുകൂടെ അനുഭവിക്കേണ്ടി വന്നത്. ഏതാണ്ട് 54 വർഷക്കാലത്തോളം മാർത്തോമാ ശ്ലീഹായുടെ ഇവിടുത്തെ പാരമ്പര്യം തൂത്തുകളഞ്ഞ് മായിച്ചു കളഞ്ഞ് തമസ്കരിച്ച് തോമാ ശ്ലീഹായെയോ പേർഷ്യൻ സുറിയാനി പാരമ്പര്യത്തെയോ പിന്തുടർന്നവരായ ആളുകളുടെ ആരാധനാ പുസ്തകങ്ങളും ആരാധനാ ശൈലികളുമൊക്കെ നശിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും അതിലൊന്നും നിരാശരാകാതെ മാർത്തോമാ ശ്ലീഹായുടെ പൈതൃകം പേറുന്ന മലങ്കര നസ്രാണികൾ നിലനിന്നിരുന്നു എന്നുള്ളത് ചരിത്രത്തിൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. കൊച്ചി മഹാരാജ്യത്തിൻ്റെയും തിരുവിതാംകൂർ രാജ്യത്തിൻ്റെയും ഡച്ചുകാരുടെ വരവിൻ്റെയും അതുപോലെ തന്നെ കോഴിക്കോട് സാമൂതിരിയുടെയും ഒക്കെ ചരിത്രങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നതായ സത്യങ്ങളാണ്. ഇവിടെ റോമൻ കാത്തോലിക്ക ലാറ്റിൻ പാരമ്പര്യം എല്ലാ പള്ളികളിലും അടിച്ചേൽപ്പിക്കുമ്പോൾ അതേസമയത്ത് മലങ്കര നസ്രാണികൾ രഹസ്യമായി തന്നെ അവരുടെ പള്ളികളിൽ ആ പഴയ സുറിയാനി സഭ പാരമ്പര്യം നിലനിർത്തിക്കൊണ്ട് പോരുന്നു എന്നുള്ളതും നമ്മുടെ ചരിത്രം മനസ്സിലാക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് അതിനുശേഷം സീമസ് മിഷണറിമാർ ഇവിടെ വന്ന് പ്രോട്ടസ്റ്റാന്റിസം അടിച്ചേൽപ്പിക്കുകയും 17-ാം നൂറ്റാണ്ട് മുതലും ആ സ്വാധീനം നമ്മുടെ മേലുണ്ടായെങ്കിലും സഭയെ സഹായിക്കുവാൻ, ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നൽകുവാൻ, വേദശാസ്ത്രങ്ങൾ പഠിപ്പിക്കുവാനൊക്കെ അവർ തിരിഞ്ഞുവെങ്കിലും പുലിക്കോട്ടിലൊന്നും അവൻ പരിപൂർണമായിട്ട് അവരെ അതിൽ നിന്ന് മാറ്റുകയാണ്. മാർത്തോമാ 7-ാമനും 8-ാമനുമൊക്കെ അവരുടെ സഹായങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി. പുലിക്കോട്ടിൽ ജോസഫ് ദിവന്നാസ്യോസ് അഥവാ മാർത്തോമാ 10-ാമനായിരിക്കുന്ന അദ്ദേഹം അത് സ്വീകരിച്ചുവെങ്കിലും നിഷ്കരുണം മലങ്കര സഭയുടെ മാർത്തോമൻ പൈതൃകത്തെ തമസ്കരിക്കുവാൻ അവരെയും അനുവദിച്ചില്ല. അതോടൊപ്പം തന്നെയാണ് 19-ാം നൂറ്റാണ്ടിൽ മുതൽ, അതായത് 1809 കണ്ടനാട് പ്രദേശത്ത് കൂടിയ മലങ്കര സഭയുടെ മക്കളുടെ കണ്ടനാട് പടിയോല അത് മുഖാന്തരമായിട്ട് മാർത്തോമാ 8-ാമൻ ഈ സഭയ്ക്ക് പഠന കേന്ദ്രങ്ങൾ ഉണ്ടാകണം തെക്കും വടക്കുമായി എന്നുള്ളത് തീരുമാനിക്കുകയും ആ യോഗത്തിൽ വെച്ച് ആണ് പാശ്ചാത്യ സുറിയാനി ആരാധനാ പാരമ്പര്യത്തിലേക്ക് മാറുന്നത്. കാരണം 1653 കൂനം കുരിശ് സത്യത്തിൻ്റെ ശേഷം 1665 നമുക്ക് അബ്ദുൽ ജലീൽ ഗ്രിഗോറിയോസ് വന്ന് പൗരസ്ത്യ പാരമ്പര്യത്തിൽ നിന്ന് മാറി പാശ്ചാത്യ പാരമ്പര്യം നമുക്കിവിടെ തുടരുവാൻ സാധിച്ചു. അഹത്തുള്ള ബാവായുടെ തിരോധാനം മുഖാന്തരം നമുക്ക് കൂനംകുരി സത്യത്തിൻ്റെ ആ പ്രതിജ്ഞ എടുക്കേണ്ടി വന്നുവെങ്കിൽ 1653 മാർത്തോമാ 1-ാമൻ വാഴിക്കപ്പെട്ടതായ അദ്ദേഹത്തെ 1665 മെത്രാപ്പൊലീത്ത സ്ഥാനത്ത് സ്ഥിരപ്പെടുത്തുകയാണ്. അങ്ങനെ പാശ്ചാത്യ പൗരസ്ത്യ പാരമ്പര്യത്തിലേക്ക് വന്നു. അതായത് സഭ പാശ്ചാത്യ സുറിയാനി പാരമ്പര്യത്തെയും ഒരുമിച്ച് തുടർന്നു കൊണ്ടുപോരുന്നതായ രീതിയാണ് നമ്മളുള്ളത്. എന്നാൽ ആ പൗരസ്യ സുറിയാനി പാരമ്പര്യവും പാശ്ചാത്യ സുറിയാനി പാരമ്പര്യവും ഒരുമിച്ച് വന്നിട്ട് അവസാനമായിട്ട് 1809 അതായത് 19-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ
കണ്ടനാട് പടിയോടുകൂടിയാണ് പാശ്ചാത്യ സുറിയാനി സഭാ പാരമ്പര്യം അഥവാ ഇന്ന് നമ്മൾ അനുഷ്ഠിക്കുന്ന പാരമ്പര്യം മലങ്കര സഭയിൽ സുസ്ഥിരമാകുന്നത്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഏതാണ്ട് 2 നൂറ്റാണ്ടായിട്ട് നമ്മൾ പാശ്ചാത്യ സുറിയാനി പാരമ്പര്യം പോകും. എന്നാൽ 13, 14 നൂറ്റാണ്ടുകളിൽ 15 നൂറ്റാണ്ടുകളിൽ 4-ാം നൂറ്റാണ്ട് മുതൽ 15-ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടത്തിൽ, അതായത് ഒരു 11 നൂറ്റാണ്ടുകളോളം പേർഷ്യൻ പൗരസ്ത്യ സുറിയാനി സഭ പാരമ്പര്യമാണ് നമ്മൾ തുടർന്നിരുന്നത്. ആ 11 നൂറ്റാണ്ടുകളിലാണ് അതിൽ 8-ാം നൂറ്റാണ്ടിലാണ് സാഫോർ അഫ്രോദ് തിരുമേനിമാരുടെ ഇവിടുത്തെ ആഗമനവും അതും ബാഗ്ദാദിൽ നിന്ന് ഒരു പൗരസ്ത്യ സുറിയാനി കാതോലിക്കായിൽ നിന്ന് അവർ ഐക്യപ്പെട്ടു എന്നുള്ളതും ചരിത്രത്തിൻ്റെ സത്യങ്ങളാണ്. ലന്തരീസ പള്ളി ചെപ്പേടിലത് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് നമുക്കറിയാം. അപ്പോൾ ഇങ്ങനെ മലങ്കര സഭയ്ക്ക് വിവിധങ്ങളായിരിക്കുന്ന നന്മകൾ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. അതേ സമയത്ത് ഭീഷണികൾ അനേകം ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഇത് ഒരിക്കലും ആർക്കും നശിപ്പിക്കാൻ പാടില്ലാത്തതായ ഒരു സഭയാണ് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ എന്ന് പറയും. അത് യേശുക്രിസ്തുവിൻ്റെ ശിഷ്യനായിരിക്കുന്ന പരിശുദ്ധ മാർത്തോമാ ശ്ലീഹായുടെ ആ ഉപദേശത്തിൽ നിന്ന്, അദ്ദേഹത്തിൻ്റെ രക്തത്തിൽ നിന്ന് കിളിർത്തു വന്നതായ ഒരു സഭയാണ്. ഈ സഭയെ ആർക്കും ഒരു നാളും നശിപ്പിക്കാനൊക്കെ പലപ്പോഴും ഇതിനെ തമസ്കരിച്ചിട്ടുള്ളവർ ഇതിൽ നിന്ന് മാറി വേറെ ഓരോരോ സഭകളായി മാറിപ്പോവുകയാണ് ചെയ്തത്. അങ്ങനെ മാറിപ്പോയിട്ടും മലങ്കര സഭയുടെ തനിമയും സ്വാതന്ത്ര്യവും അത് ഏത് കാലം മുതൽ തുടങ്ങിയോ അതിന്നും തുടരുന്നു. ഇവിടെ വളരെയധികം പ്രശ്നങ്ങളുണ്ടായി വട്ടശ്ശേരി തിരുമേനിയെ മുടക്കിയിട്ട് പോയിട്ട് പോലും എന്തുകൊണ്ട് ഇവിടെ ഒരു കാതോലിക്കറ്റ് സ്ഥാപനമുണ്ടാവാൻ ദൈവം പ്രസാദിച്ചു. അങ്ങനെ വട്ടശ്ശേരി തിരുമേനി മുടക്കിപ്പോയതായ സമയത്ത് ഇവിടെ എല്ലാം നശിച്ചു, എല്ലാം തീർന്നു എന്ന് വിചാരിച്ചതാണ്. എന്നാൽ ആ മുടക്കുണ്ടായതിൻ്റെ പിറ്റേ ദിവസം മലങ്കര നസ്രാണികൾ ഒരുമിച്ച് MD സെമിനാരിയിൽ കൂടിയിട്ട് വട്ടശ്ശേരി തിരുമേനിയുടെ പിന്നിൽ അണിനിരക്കുമെന്നുള്ള പ്രതിജ്ഞയെടുത്തതോടുകൂടി അതെല്ലാം കാറ്റത്ത് പറന്നുപോയി. യാതൊരു വിലയില്ലാത്ത കടലാസായി മുടക്ക് എന്നുള്ളതും നമ്മുടെ ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നതായ സത്യമാണ്. അപ്പം അതുകൊണ്ട് ആരെല്ലാം തമസ്കരിക്കാൻ ശ്രമിച്ചാലും മലങ്കര സഭയുടെ മാർത്തോമൻ പൈതൃകം അത് ഒരിക്കലും തളർന്നു പോകാതെ തകർന്നു പോകാതെ നിലനിൽക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ആ പാരമ്പര്യത്തിൽ ഉൾക്കൊണ്ടതായി നമുക്ക് ഇന്ന് 1950-ാം വാർഷികം പരിശുദ്ധ മാർത്തോമാ ശ്ലീഹായുടെ രക്തസാക്ഷിത്വത്തിൻ്റെ 1950-ാം വാർഷികം അടുത്ത ഈ 25-ാം തീയതി നാം ആചരിക്കുകയാണ്. അതിൻ്റെ സന്ദേശയാത്രകളൊക്കെ ഇന്നലെ തന്നെ തിരുവിതാംകൂട് നിന്ന് ആരംഭിച്ചു. അത് 8-ാം തീയതി പഴിസെമിനാരിൽ തീരുന്നതാണ്. 10-ാം തീയതി ബത്തേരിയിൽ നിന്ന് അടുത്ത സന്ദേശയാത്ര, അത് 16-ാം തീയതി പഴിസെമിനാരിൽ എത്തുന്നതാണ്. അതിനുശേഷമാണ് നമ്മുടെ 25-ാം തീയതിയിലെ ആഘോഷം. അപ്പോൾ അത് നമ്മെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ ആഘോഷമെന്നോ അല്ലെങ്കിൽ നമ്മുടെ ശക്തി കാണിക്കലോ എന്നുള്ളതല്ല. അതിനേക്കാൾ ഉപരിയായിട്ട് നമ്മെ സുവിശേഷത്തിൽ വളർത്തിയതായ നട്ട് നനച്ചു വളർത്തിയതായ മാർത്തോമാ ശ്ലീഹായുടെ രക്തസാക്ഷിത്വത്തെ ഓർമ്മിക്കാനുള്ളതായ നമ്മുടെ അവകാശമാണ്, നമ്മുടെ ഉത്തരവാദിത്വമാണ്, നമ്മുടെ ദൈവസന്നിധിയിലുള്ളതായിരിക്കുന്ന കടമയാണ്. അതാണ് നമ്മൾ നിർവഹിക്കുന്നത്. അത് നമ്മുടെ ഉത്തരവാദിത്വമായിട്ട് നമ്മൾ വഹിക്കുന്നു. അതുപോലെ തന്നെ മലങ്കര സഭയെ സംബന്ധിച്ചിടത്തോളം എന്നും അഭിമാനിക്കാവുന്ന ഒരു പിതാവ് നമ്മുടെ വട്ടശ്ശേരി തിരുമേനിയാണ്. വട്ടശ്ശേരി തിരുമേനിക്ക് ലഭിച്ചതായ അവസരത്തിൽ അദ്ദേഹം ഒരണുവിട മാറിയിരുന്നെങ്കിൽ അദ്ദേഹം അബ്ദുള്ള പാത്രിക്കീസിൽ നിന്ന് 1908 മലങ്കര മെത്രാപ്പൊലീത്ത സ്ഥാനം സ്വീകരിച്ചതാണ്. അദ്ദേഹം മെത്രാപ്പൊലീത്ത സ്ഥാനം സ്വീകരിച്ച് തിരിച്ചു വന്ന് 1909 പുലിക്കോട്ടിൽ ഔസേപ്പ് ദേവൻ നാസിയൂസ് അഞ്ചാമൻ അദ്ദേഹം കാലം ചെയ്തു കഴിഞ്ഞപ്പോൾ
മലങ്കര മെത്രാപ്പൊലീത്തായിട്ട് സഭ തിരഞ്ഞെടുത്തു. അദ്ദേഹത്തെ മെത്രാപ്പൊലീത്ത ആക്കിയതായ അബ്ദുള്ള പാത്രികീസ് തന്നെ കേരളത്തിൽ വന്ന് മലങ്കരയിൽ വന്ന് അദ്ദേഹത്തെ 1911 മുടക്കുകയാണ് ചെയ്തത്. പക്ഷേ അവിടെയും മലങ്കര സഭ നിലനിന്നു. മലങ്കര സഭയ്ക്ക് യാതൊരു കോട്ടവും സംഭവിച്ചില്ല. 1912 കാതോലിക്കേറ്റിൻ്റെ സ്ഥാപനത്തോടുകൂടി അബ്ദുൽ മെസ്സിഹ പാത്രികീസ് കാതോലിക്ക സ്ഥാപനം ഇവിടെ നടത്തിയതോടുകൂടെ നമുക്ക് മലങ്കര സഭയുടെ തനിമ അത് 1-ാം നൂറ്റാണ്ട് മുതൽ ഇന്ന് വരെയുള്ളത് തുടർന്നു കൊണ്ടുപോയി. എന്തുകൊണ്ട് അങ്ങനെ ഒരു പാത്രികീസ് വന്നിവിടെ മുടക്കിയിട്ട് വേറൊരു പാത്രികീസ് മുഖാന്തരമായിട്ട് കാതോലിക്ക സ്ഥാപനം ഇവിടെ ഉണ്ടായത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ആർക്കും ഉത്തരമില്ല. അത് മലങ്കര സഭയെ ദൈവം തമ്പുരാൻ കയ്യിലേറ്റുന്നു, കരുതുന്നു, അതിനെ നടത്തുന്നു എന്നുള്ളതായ ആ ഒരു വലിയ സത്യം മാത്രമാണ് നമുക്ക് പറയാനുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് ദൈവത്തിൻ്റെ സഭയാണ്. ഈ ദൈവത്തിൻ്റെ സഭയെ ഉപദ്രവിക്കാൻ ആര് ശ്രമിച്ചാലും അവർ സ്വയം മാറിപ്പോവുകയല്ലാണ്ട് വേറെ മാർഗമില്ല. 2002 ഒരു ഭരണഘടനയും ഉണ്ടാക്കി. ഇതാണ് മലങ്കര സഭയ്ക്കുള്ള ഭരണഘടനയെന്ന് പറഞ്ഞ് ഒരു കൂട്ടം ആളുകൾ വേർതിരിഞ്ഞു പോയപ്പോൾ 2017 അസന്നിഗ്ധമായി സുപ്രീം കോടതി വിധിച്ചു, അങ്ങനെ ഒരു ഭരണഘടനയ്ക്ക് ആ സാധുതയില്ല, മലങ്കര സഭയ്ക്ക് അതുമായി യാതൊരു ബന്ധവുമില്ല, അതിന് യാതൊരു തരത്തിലും അംഗീകരിക്കാൻ സാധ്യമല്ല. ഇതൊക്കെ ആരുണ്ടാക്കി? ഇതാരും നമ്മളാരും ഉണ്ടാക്കിയതല്ല, ഇതാരും നമ്മൾ ശ്രമിച്ചതല്ല. ദൈവത്തിൻ്റെ നിയോഗം കൊണ്ട്, ദൈവത്തിൻ്റെ ശക്തി കൊണ്ടാണത് വരുന്നത്. 1958 പാത്രികീസിൻ്റെ ഇവിടുത്തെ സ്ഥാനം അത് പൗരോഹിത്യ സ്ഥാനം അല്ലെങ്കിൽ സ്പിരിച്വൽ ബന്ധം സ്ഥാനമെന്ന് പറയുന്നത് വാനീഷിംഗ് പോയിൻ്റായി എന്ന് 1958 കോടതി വിധിച്ചെങ്കിൽ 2017 കോടതി വിധിച്ചത് അദ്ദേഹത്തിൻ്റെ സ്ഥാനം വാനീഷിംഗ് പോയിൻ്റിലായെന്നുള്ളത് അത് സീരിയസ് ആയിട്ട് കൺസിഡർ ചെയ്യേണ്ട കാര്യമാണ് എന്ന് പറഞ്ഞാൽ അതിന് യാതൊരു വിലയുമില്ല എന്ന് മാത്രമല്ല, അവരുടെ വിധിക്കകത്ത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് മലങ്കര സഭയുടെ പ്രധാന ചുമതല എന്ന് പറയുന്നത് ഇവിടുത്തെ മലങ്കര മെത്രാപ്പൊലീത്തയും കാതോലിക്കായുമായിരിക്കുന്ന ആളിലാണ്. ആ ആളിൽ സ്പിരിച്വൽ എക്ലീസിയാസ്റ്റിക്കൽ ഡിസിപ്ലിൻ സർവ്വ അധികാരവും ടെമ്പറൽ ആൻഡ് സ്പിരിച്വൽ അധികാരവും ഉൾക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അത് വേറൊന്നുമല്ല, അതിന് അബ്ദുൽ മെസ്സിഹ പാത്രികീസ് ബാവായുടെ 1912 13 2 കൽപ്പനകളാണ്. ആ 2 കൽപ്പനകളിലാണ് മലങ്കര സഭയുടെ സ്വാതന്ത്ര്യവും തനിമയും അതിൻ്റെ പരിപൂർണമായിരിക്കുന്ന സ്വാതന്ത്ര്യവും വെളിവാക്കിയ കൽപ്പനകൾ. അത് കോടതി എടുത്ത് ഒന്നുകൂടെ അരക്കിട്ടുറപ്പിച്ച് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഉണ്ട് കാതോലിക്കേറ്റിൻ്റെ സ്ഥാപനത്തോടുകൂടെ നമുക്ക് ലഭിച്ചതായ ആ സ്വാതന്ത്ര്യം ഇന്നും ആരെല്ലാം ശ്രമിച്ചാലും അത് മാറാതെ നിൽക്കുന്നു. അതുകൊണ്ട് മലങ്കര സഭയിലുള്ള പള്ളികളെല്ലാം 1934 ഭരണഘടന അനുസരിച്ച് ഭരിക്കപ്പെടണമെന്ന് 95 വിധിച്ചു. വീണ്ടും 2017 അത് അരക്കുറപ്പെട്ട് വിളിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് മലങ്കര സഭയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് മളിമഠിൻ്റെ 2002 നമ്മുടെ അസോസിയേഷൻ നടത്തിയതിൻ്റെ റിപ്പോർട്ടിൽ പറയുന്ന പ്രകാരം 1662 പള്ളികൾ ഈ മലങ്കര സഭയ്ക്കകത്തുണ്ട്. ആ മലങ്കര സഭയിലെ 1662 പള്ളികളും 1934 ഭരണഘടന നടപ്പാക്കി ഭരിക്കുന്നതിന് മലങ്കര നസ്രാണികളെന്നും പ്രതിജ്ഞാബദ്ധരാണ്. അതവർ ചെയ്തിരിക്കും. അത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. അത് ആരെല്ലാം അതിനെതിരായി നിന്നാലും, മലങ്കര സഭയ്ക്ക് പീഡകളുണ്ടായിരുന്നാലും പ്രയാസങ്ങളുണ്ടായിരുന്നാലും നമ്മളതിൽ നിന്ന് പിന്മാറുകയില്ല. ഇനിയും ബില്ലുകൾ പലതും വരുമായിരിക്കാം. ഈ ബില്ലൊന്നും നമുക്കൊരു പ്രശ്നമല്ല. ഒരു ബില്ല് വന്നു, എവിടെ നമുക്ക് പ്രശ്നം? നമുക്കൊരു പ്രശ്നവുമില്ല. ബില്ല് വന്നതോടുകൂടെ ശവത്തേരി കയറുക എന്നുള്ള ഒരു ഉറപ്പ് അവർക്ക് കിട്ടിയിട്ടുണ്ടെന്നുള്ളത് മാത്രമേ ഉള്ളൂ. രണ്ടാമത്തേത്, ഇനിയും വളരെ ശക്തമായ ബില്ല് വരുന്നുണ്ട്. ഈ ആഴ്ചയിൽ തന്നെ ഉണ്ടാവും. പാത്രികീസ് ബാവ പോകുന്നതിന് മുമ്പ് കൊടുക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അതിലൊന്നും നമുക്ക് പേടിയില്ല. ഏതെല്ലാം ബില്ലുകളുണ്ടായിരുന്നാലും വിരോധമില്ല. ഈ മലങ്കര സഭയെ ഒരു ബില്ല് കൊണ്ടും ആർക്കും നശിപ്പിക്കാൻ ഒരിക്കലും സാധിക്കുകയില്ല എന്നുള്ളത് ഓർക്കണം. ബില്ലുണ്ടാക്കുന്നവർ സ്വയം നശിച്ചു പോകുകയല്ലാതെ ബില്ല് മലങ്കര സഭയ്ക്ക് ഭാഗമാകുകയില്ല
എന്നുള്ളത് മാത്രം മലങ്കര സഭയുടെ മക്കൾ എന്നും ഉച്ചവിശ്രമം സ്ഥാപിക്കും. അവർക്കതിന് ശക്തമായി നിൽക്കാൻ ദൈവത്തിൻ്റെ കരുണയുണ്ട്, മാർത്തോമാ ശ്ലീഹായുടെ പ്രാർത്ഥനയുണ്ട്. ഇതിനു മുമ്പ് ഈ സഭയെ നയിച്ചതായ മലങ്കര മെത്രാപ്പൊലീത്തന്മാരുടെയും കാതോലിക്കന്മാരുടെയും ദൈവസന്നിധിയിലുള്ള മുട്ടിപ്പായ പ്രാർത്ഥനയുള്ളിടത്തോളം കാലം നമുക്ക് യാതൊരു തരത്തിലും അധൈര്യപ്പെടേണ്ട ആവശ്യമില്ല. ശക്തമായി മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയും. ദൈവം അതിനെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദേവാലയത്തിൻ്റെ 2200-ാമത്തെ ശതാബ്ദി ജൂബിലി ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കും. വളരെ ശക്തവും അനുഗ്രഹിക്കപ്പെട്ട സഭയോടുള്ള പ്രതീക്ഷ നിറഞ്ഞിരിക്കുന്ന നല്ല വാക്കുകൾക്ക് കായംകുളം കാതീശ കത്തീഡ്രലിൻ്റെ കൂറും ഭക്തിയും ഒരിക്കൽ കൂടി അറിയിക്കുന്നു. മാർത്തോമാ ശ്ലീഹായുടെ സിംഹാസനത്തിൽ ആരൂഢനായിരിക്കുന്ന പൗരസ്ത്യ കാതോലിക്കായും മലങ്കര മെത്രാപ്പൊലീത്തായുമായ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമാ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ തിരുമനസ്സുകൊണ്ട് നീണാൾ വാഴട്ടെ എന്ന് ഇടവക ഒന്നടങ്കം ഈ തരുണത്തിൽ അറിയിക്കുകയും ചെയ്യുന്നു. ഇനി നമ്മുടെ ബസേലിയോസ് മാർത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ നമ്മുടെ പള്ളിയിലേക്ക് എഴുന്നള്ളി നമ്മുടെ പെരുന്നാളിനെ പ്രശോഭിപ്പിച്ചതിന് കായംകുളം കാതീശ ഓർത്തഡോക്സ് കത്തീഡ്രൽ മാനേജിംഗ് കമ്മിറ്റിക്ക് വേണ്ടിയും ഇടവക ജനങ്ങൾ ഓരോരുത്തർക്കു വേണ്ടിയും ഉള്ള നന്ദിയും സ്നേഹവും ഭക്തിയും ബഹുമാനവും തൃപ്പാദങ്ങളിൽ സമർപ്പിച്ചുകൊള്ളുന്നു. ഞാൻ മനസ്സിലാക്കുന്നത് വളരെ കാലത്തിന് ശേഷമാണ് ഒരു ബാവാ തിരുമേനി എഴുന്നള്ളി വിശുദ്ധ കുർബാന അർപ്പിക്കുന്നത്. ആ ആഗ്രഹവും നമുക്ക് സാധിച്ചു. അതും പ്രത്യേകിച്ച് പെരുന്നാളിൻ്റെ പ്രധാന ദിവസമായ ഈ ദിവസം. എൻ്റെ കർത്തവ്യം ഇന്നത്തെ ഈ മീറ്റിങ്ങിന് നന്ദി പറയുക എന്നുള്ളതാണ്. ഈ മീറ്റിങ്ങിൽ പങ്കെടുത്ത നമ്മളെ അനുഗ്രഹിച്ച റമ്പാച്ചന്മാർ, വന്യവൈദികർ, നമ്മുടെ വികാരി കോശിയച്ഛൻ, സഹവികാരി ബിനു അച്ഛൻ, സെക്രട്ടറി ബിനു കോശി, ഇടവക മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, അതുപോലെ സഭാ മാനേജിംഗ് കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് ജോസഫ് ജോൺ, ഡയറക്ടറി കൺവീനർ ഡോക്ടർ തോമസ് സക്കറിയ, സഹസ്രോദയ ശതാബ്ദി കൺവീനർ ശ്രീ PC റഞ്ചി, വേദിയിലും സദസ്സിലുമായി പങ്കെടുത്ത എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും ഒറ്റവാക്കിൽ അർപ്പിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും നന്ദി. പ്രാർത്ഥനകൾ പൂർത്തീകരിച്ചതിന് ശേഷം മാത്രമേ വെച്ചുകൊണ്ട് അത് വിളമ്പുകയുള്ളൂ എന്നുള്ള കാര്യം സ്നേഹത്തോടുകൂടി അറിയിക്കുന്നു. സെമിത്തേരിയിൽ പ്രവേശിക്കുമ്പോഴും അവിടെ നിൽക്കുമ്പോഴും എല്ലാ ആളുകളും കല്ലറകളിൽ തിരികൾ കത്തിച്ചു വെച്ചതുകൊണ്ട് നമ്മുടെ വസ്ത്രങ്ങളും ഒക്കെ നാം സ്വയം സൂക്ഷിക്കണം. തിരി എത്തി പടരാതിരിക്കുവാനൊക്കെയുള്ള ക്രമീകരണങ്ങൾ നാം ചെയ്യണം. സൂക്ഷ്മതയോടുകൂടി ആയിരിക്കണം സെമിത്തേരിയിലേക്ക് പ്രവേശിക്കേണ്ടത് എന്നുള്ള കാര്യം സ്നേഹത്തോടെ അറിയിക്കുന്നു. കാതീശ പള്ളി, കാതീശ പള്ളി, കായംകുളത്തിന് കെടാവിളക്കായി കാതീശ പള്ളി, മലങ്കര സഭയിലെ ആദിമ പള്ളി കാതീശ പള്ളി, ശാബോറഫ്രോത്ത് പിതാക്കന്മാരാൽ സ്ഥാപിതമായൊരു പള്ളി, 1200 ആണ്ടിൻ നിറവിൽ കാതീശ പള്ളി, മലങ്കര സഭയിലെ പള്ളി, മലങ്കര സഭയിലെ പള്ളി. നമ്മുടെ പെരുന്നാളിൻ്റെ ഒരു അനുഗ്രഹം നമ്മുടെ കായംകുളത്തെ മാധ്യമപ്രവർത്തകരുടെ സഹായമാണ്. ഈ പെരുന്നാളിന് ആവശ്യമായ എല്ലാവിധമായ പിന്തുണയും നൽകുന്ന ഇവിടെ വന്ന് നമ്മുടെ ഈ നൂറ്റാണ്ടുകളുടെ മഹാപൈതൃകം തലമുറ തലമുറ കൈമാറി
അഗതികളായ ആലംബഹീന അവരുടെ ശബ്ദം ക്രിസ്തുവിൻ ശബ്ദം നടുവാനായി ചുമതലക്കാരെ ഏൽപ്പിച്ചതിന് ശേഷം അതിൽ മനസ്സുകൊണ്ട് ആ ചന്ദനം മരം നടുവാനുള്ള പള്ളിയുടെ പടിഞ്ഞാറേ ഭാഗത്തുള്ള ആ ചന്ദനമരം നടുവാനുള്ള ക്രമീകരണങ്ങൾ ഇപ്പോൾ ചുമതലപ്പെട്ടവര് ക്രമീകരിച്ചു വെക്കണം. അതിൽ മനസ്സുകൊണ്ട് അവർ എഴുന്നള്ളുമ്പോൾ അത് നൽകുന്നതായിരിക്കും എന്നുള്ള കാര്യം പറഞ്ഞു. ധന്യേ അമ്മേ മാതാവ് കൗമ പുണ്യപിതാവ് സഹദാമാരും ആബോപിതാവും പരിശുദ്ധ പരുമല തിരുമേനി അവരുടെ ഓർമ്മകൾ ഓളം തല്ലും ആദീശ പള്ളി ശാബോറാപ്രോത്പിതാക്കന്മാരാൽ സ്ഥാപിതമായൊരു പള്ളി 1200 ആണ്ടിൻ നിറവിൽ കീർത്തിയെഴുന്നൊരു പള്ളി ആദീശ പള്ളി ആദീശ പള്ളി. നമ്മുടെ ഇന്നത്തെ നമ്മുടെ കുർബാന ലൈവായിട്ട് ഡിവൈൻ മീഡിയയിലൂടെ ലൈവായിട്ടുണ്ട്. നിങ്ങളുടെ മക്കളോടൊക്കെ പറയണം. കാണാവുന്നതാണ്. അത് ക്രമീകരിച്ച ദീപുവിനോടും അൻസുവിനോടും പ്രത്യേകമായിട്ടുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. ഡിവൈൻ മീഡിയയുടെ ചുമതലയുള്ള അൻസുവിനോടും ദീപുവിനോടും അതിൻ്റെ ചുമതലക്കാരോടുമുള്ളതായ ഇടവകയുടെ നന്ദി അറിയിക്കുകയും ചെയ്യും. ആദീശ പള്ളി ആദീശ പള്ളി കായംകുളത്തിന് കെടാവിളക്കായി ആദീശ പള്ളി മലങ്കര സഭയിലെ ആദിമ പള്ളി ആദീശ പള്ളി ശാബോറഫ്രോത്പിതാക്കന്മാരാൽ സ്ഥാപിതമായൊരു പള്ളി 1200 ആണ്ടിൻ നിറവിൽ ആദീശ പള്ളി മലങ്കര സഭയിലെ പള്ളി മലങ്കര സഭയിലെ പള്ളി. നമ്മുടെ പെരുന്നാളിൽ മറ്റു ദേവാലയങ്ങളിൽ നിന്ന് കടന്നു വന്നിട്ടുള്ള നിരവധി ആൾക്കാരെ കാണുവാനായിട്ട് സാധ്യമാകും. നൂറ്റാണ്ടുകളുടെ മഹാപൈതൃകം തലമുറ തലമുറ കൈമാറി അഗതികളായ ആലംബഹീന അവരുടെ ശബ്ദം ക്രിസ്തുവിൻ ശബ്ദം ഉദ്ഘോഷിക്കും പള്ളി 1200 ആണ്ടിൻ നിറവിൽ ആദീശ പള്ളി.
ഇപ്പോൾ നമ്മുടെ ദേവാലയത്തിന് ചുറ്റുപാടുമുള്ള പൂർവികന്മാരെ കബറങ്ങിയിട്ടുള്ള പൂർവികന്മാരെ സ്മരിച്ചുകൊണ്ട്, പണ്ട് ഈ ദേവാലയം നിൽക്കുന്ന സ്ഥലവും സെമിത്തേരി ആയിരുന്നതുകൊണ്ട് പൂർവികന്മാരെ സ്മരിച്ചുകൊണ്ടുള്ള ധൂപപ്രാർത്ഥന പള്ളിക്കകത്തുനിന്ന് പരിശുദ്ധ ബാബാ തിരുമനസിൻ്റെ അനുവാദത്തോടെ നടത്തുകയാണ്. ഇപ്പോൾ എല്ലാ ശുശ്രൂഷകരും ധൂപക്കുറ്റിയെടുക്കുവാനായി ചുമതലപ്പെടുത്തിയ ശുശ്രൂഷകർ കടന്നു വരണമെന്നുള്ള കാര്യം അറിയിക്കുന്നു. മക്കളിലപ്പൻ കൃപ ചെയ്തതുപോലെ ഹല്ലേലൂയ, ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യുവോം. നാളുകളാകോ ഹല്ലേലൂയ, പൂക്കൊന്നിത് വയലിൽ പൂച്ചെടി പോലെ പാറക്കുമോ. മരണമടഞ്ഞൊരു ദാസനിൽ ജീവാസ്വരമതുണർത്തണമേ. ധ്യാനത്തിനായി സൗമൻ കാലം മണ്ണിട്ട് നിങ്ങൾ കേട്ടോ.